നമസ്കാരം. ഞാൻ ഈ കാണിച്ചേക്കുന്ന മഹാനായിട്ടുള്ള വ്യക്തിയെ നിങ്ങൾ കണ്ടല്ലോ. ഇയാളൊരു പൂജാരിയാണ്. അപ്പൊ ഈ പൂജാരിയുടെ കുൽസിത പ്രവൃത്തിയെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പം നമ്മുടെ എല്ലാ ന്യൂസ് ചാനലും നോക്കിക്കഴിഞ്ഞാൽ ഈ വാർത്ത കാണാൻ സാധിക്കും. ഇയാളുടെ പേര് അരുൺ എന്നാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഈ ക്ഷേത്രം വിഷ്ണുമായ ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് മോർ ലൈക്ക് ഒരു കുട്ടിച്ചാത്തന്റെ അമ്പലം എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പൊ ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അപ്പൊ ഈ പൂജാരിയെ ഇപ്പൊ ബംഗളൂരു പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ട് തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കർണാടക സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയുടെ പരാതിയിന്മേലാണ് തൂക്കിയെടുത്തുകൊണ്ട് പോയത്. സംഗതി മറ്റേതാ, പി അതാണ് സംഭവം. അപ്പം ഈ പൂജാരിയെ മാത്രമല്ല, ആ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന അയാളെയും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അയാളിപ്പോൾ ഒളിവിലാണ്. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കുറച്ച് നാളായതേ ഉള്ളൂ അറിയാൻ തുടങ്ങിയിട്ട്. കാരണം ഈ ക്ഷേത്രത്തിന് നല്ല രീതിയിൽ പ്രമോഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ സീമാ വിനീത് എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ലേ, പുള്ളിക്കാരിയുടെ ചാനലിലാണ് ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള ആദ്യ വീഡിയോ കാണുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ അതൊരു പ്രമോഷൻ വീഡിയോ ആണെന്ന് മനസ്സിലായി. പിന്നീട് കുറേ നടിമാരും സീരിയൽ നടിമാരും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് അതിന്റെ വീഡിയോസ് ഇടുന്നത് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി കംപ്ലീറ്റ് പരസ്യമാണ്. അതായത് ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ട് പ്രമോഷൻ വീഡിയോ ചെയ്യുവാണ്, പരസ്യം ചെയ്യുവാണ്. അപ്പൊ ഈ പരസ്യം ചെയ്യുന്നവര് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം സാധിക്കും, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി, പൂജിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒരു ക്ഷേത്രത്തിന് പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രമോഷണൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആൾക്കാർ അറിഞ്ഞും കേട്ടും വന്നിട്ടാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിന് പ്രമോഷണൽ വീഡിയോ ഉണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം കുറേ ആൾക്കാർ കേരളത്തിൽ നിന്ന് മാത്രമല്ല, എനിക്കൊന്ന് തമിഴ്നാട് കർണാടകയിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട്, കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. അപ്പോൾ ഈ പൂജയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് 21,000 രൂപയും 24,000 രൂപയൊക്കെയാണ് ഒരു പൂജയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ യുവതിയുടെ കയ്യിൽ നിന്നും 24,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ പൈസ വാങ്ങിച്ചിട്ട് പൂജ ചെയ്യുക മാത്രമായിരുന്നില്ല, പല കുൽസിതങ്ങളും അവിടെ നടന്നു. അപ്പോൾ ഈ യുവതിക്ക് രാത്രിയിൽ മെസ്സേജ് അയക്കുക, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുക, ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുക, ഹൗ ആർ യു എന്ന് അയക്കുക, അതുപോലെ ഫോട്ടോ അയച്ചു കൊടുക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇവിടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ഈ യുവതിയെ ഞാൻ കുറ്റം പറയും. കാരണം യുവതി അത്ര നല്ല യുവതിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. യുവതിയുടെ കയ്യിലും നല്ല രീതിയിൽ തെറ്റുണ്ട്. അപ്പോൾ ഈ ഒരു യുവതി ഇവരെ അപ്രോച്ച് ചെയ്യുന്നത് കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ പൂജ ചെയ്യാനാണ് ഇവിടെ വരുന്നത്. അങ്ങനെ പൂജാരിയുടെ കയ്യിൽ നമ്പർ കിട്ടുന്നു. പിന്നെ പൂജാരി നിരന്തരം വിളിയായി വീഡിയോ കോൾ വിളിക്കുന്നു. വീഡിയോ കോളിൽ തുണിയില്ലാതെ വന്ന് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. പക്ഷെ യുവതി ആദ്യം സമ്മതിക്കുന്നില്ല. സമ്മതിക്കാതെ ഇരുന്നപ്പോൾ പൂജാരിയുടെ ഭീഷണി, മക്കളെ അപായപ്പെടുത്തും, പൂജ ചെയ്ത് അപായപ്പെടുത്തുമെന്ന്. അപ്പോൾ അങ്ങനെ ഭീഷണി കൊടുത്തപ്പോൾ ആ ഭീഷണിയിൽ വഴങ്ങി ഒന്നുമില്ലാതെ വന്ന് പൂജാരിയുടെ മുമ്പിൽ വന്ന് വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തി കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് യുവതി പറഞ്ഞേക്കുന്നത്. വിളിച്ചു വരുത്തി ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, പൂജാരി നല്ല ഒന്നാന്തരം പൂജ ചെയ്യാൻ അറിയാവുന്ന പൂജാരിയാണ്, നല്ല ബിരുദനാണ്. ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തേക്കുന്നത് നിങ്ങളൊന്ന് കാണണം. അപ്പോൾ ഈ യുവതി എന്തോ പൊട്ടിയായിരുന്നു. അതായത് ഇപ്പൊ പരാതി കൊടുക്കാൻ അവർക്ക് ധൈര്യമുണ്ട്, ഇതിന് മുമ്പ് പരാതി കൊടുക്കാമല്ലോ. നോർമലായിട്ടൊരു പൂജാരി എങ്ങനെയായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്? എന്ത് പൂജ ചെയ്യണോ ആ പൂജ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം അതൊക്കെ ആയിരിക്കും പൂജാരിമാർ സംസാരിക്കുന്നത്. ഒരു പൂജാരി സംസാരിക്കാത്ത രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ യുവതിക്കത് മുളയിലേ നുള്ളാമല്ലോ. പക്ഷെ നുള്ളിയില്ല. പൂജാരി പറയുന്നതൊക്കെ അനുസരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി പരാതി കൊടുത്തേക്കാണ്. അപ്പം ഏതായാലും ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡുണ്ട്, ഒരു കോൾ റെക്കോർഡുണ്ട്. ആ കോൾ റെക്കോർഡ് നമുക്കൊന്ന് കാണാം. ஹலோ ஹலோ சார். சொல்லுங்கள் சார். நான் இங்கே ஆஃபீஸில் வெளியில் வந்தேன் இப்போ. சௌக்கியமா? சௌக்கியம் சார். சாய் சாப்பிட்டா? இப்போ எப்போ வருது இங்கிட்டு? நான் ஃப்ரைடே ஈவினிங்
ಹಾಂ വിത്ത് ഫ്രണ്ടാ? ಹಾಂ ಫ್ರೆಂಡ್ ಅವರದು. അറിയാത്ത തമിഴ് കഷ്ടപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട്. ഓ, ഇവിടെ വരുന്നോ, ഹോട്ടലിലാണോ, റൂം എടുക്കുന്നോ, എന്തുവാണ് ആ ചോദ്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവള് തിരിച്ച് അതേ രീതിയിലാണ് മറുപടി പറയുന്നത്. ഈ പെണ്ണുങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബുദ്ധിയില്ലാത്തതാണോ വിവരമില്ലാത്തതാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരുത്തൻ സംസാരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ അവന്റെ സംസാരം നിർത്താൻ ഇവക്ക് എന്തോ കഴിവില്ലായിരുന്നു. എൻ്റെ അടുത്ത് വല്ലോ ആയിരിക്കണമായിരുന്നു. അല്ലെങ്കിൽ നല്ല സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പുരുഷൻ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവന്റെ വായടപ്പിച്ചേനെ. അതിപ്പോ പൂജാരിയല്ല, ജഡ്ജിയല്ല, ഏത് കൂടിയ കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും ഇങ്ങനെ ഒരു കാരണവശാലും അവനെയും കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഇയാളുടെ റൂട്ട് ഏത് വഴിക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ ഒരു മന്ദബുദ്ധിക്ക് അത് നിർത്താമായിരുന്നല്ലോ. അപ്പൊ തന്നെ കൊണ്ട് കേസ് കൊടുക്കാമായിരുന്നല്ലോ. കേസ് കൊടുത്തില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. ഇവൻ ഭീഷണിപ്പെടുത്തി, മക്കളെ അപായപ്പെടുത്തു അത്രേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നല്ല ദൈവങ്ങളൊന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യത്തില്ല. അപ്പൊ നല്ല ദൈവത്തെ അല്ല പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതായത് നമ്മളുടെ ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ. ആ സങ്കല്പ പ്രകാരം ദൈവങ്ങൾ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നിലകൊള്ളുന്നത്. എന്നാൽ നല്ലതിനല്ലാതെ നിലകൊള്ളുന്ന ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ എന്തിനീ പൂജാരിയിൽ വിശ്വസിച്ചു? ഇവൻ അങ്ങോട്ട് പൂജ ചെയ്യുമ്പോഴേക്കും മക്കൾ അങ്ങ് പോവാണല്ലോ. കഷ്ടം തന്നെ. റൂം എടുത്താ? ಇಲ್ಲ ಇಲ್ಲ எனக்கு ರೂಮ್ ಎಲ್ಲ ಹಂಗೆ தெரியாது. ಹ್ಞೂ அப்ப சேம் டேட் கிளம்புவாங்க? ಇಲ್ಲ ಇಲ್ಲ ಎನ್ ಕೂಡ தான் வருது. அது ಫ್ರೆಂಡು ನಾ 2 பேர் தான் வருது. டோட்டல் 2 பேரா? ஆ டோட்டல் 2 பேர் வருது. ஆமாம் ஆமாம். ட்ரெயினா வரணும்? ட்ரெயினில் ரூம் எடுக்கல? எடுத்திല്ല. இங்க வந்து எடுக்கும்? ஆமாம் ஆமாம். ஓகே. அந்த ஃப்ரைடே நைட்டு இங்க எத்துமா? இல்லை ஃப்ரைடே நைட்டும் இங்கே ட்ரெயினும் இங்க வரும். ஃப்ரைடே நைட்டா? இல்லை சாட்டர்டே மார்னிங். ஆமாம் ഓക്കെ. അവന്റെ കൊഞ്ചിക്കൊഴഞ്ഞോണ്ടുള്ള സംസാരം കണ്ടില്ലയോ? ഇങ്ങനെ എത്ര സ്ത്രീകൾ ഇവന്റെ കൊഞ്ചിക്കൊഴയിൽ വീണ് കാണും. ഓ എൻ്റെ ദൈവമേ, ഇതുപോലുള്ളവന്മാരെയൊക്കെ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. ഇത്തരം കൊഞ്ചിക്കൊഴഞ്ഞ് സ്ത്രീകളെ ഇങ്ങനെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്ന കുറേ വിരുദ്ധന്മാരുണ്ട്. ഒരുമാതിരിയിൽ ഫേസ്ബുക്കിലൊക്കെ ചില അമ്മാവന്മാരുണ്ടല്ലോ, അതേപോലെയാണ്. അവൻ്റെ മെസ്സേജൊക്കെ നിങ്ങളൊന്ന് കണ്ടേ, ഞാൻ സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തേക്കാം. അവൻ്റെ മെസ്സേജ് കണ്ടില്ലേ, ഹൗ ആർ യു? എന്നിട്ട് ഇതിനിടയ്ക്ക് ആ സ്ത്രീയും ചോദിക്കുന്നുണ്ട് ഒരു ഫോട്ടോ ഇട്ട് തരാമോ എന്ന്. ആ മെസ്സേജ് ഉണ്ട്. അങ്ങനെ ഫോട്ടോ ഇട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ കണ്ടോ? ഓ സുന്ദര കില്ലാടിയാ. ഓ എന്തൊരു സുന്ദരനാ. ആ മുഖം ഒന്ന് കണ്ടേ. ആ മുഖം കാണുമ്പോഴത്തേന് പെണ്ണുങ്ങൾ അങ്ങ് ചെല്ലും. കണ്ടാലും മതി അവരെ. ഓ ഒരു അമ്പലത്തിലൊക്കെ പൂജയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചൊരു മര്യാദ. ഈ പൂജാരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലർക്കും റെസ്പെക്റ്റ് ആണ്. ഇപ്പം ഹിന്ദുക്കൾക്കറിയാം, ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരോടൊക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ഉണ്ട്. അവരോട് ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്, ദൈവത്തിനെ പൂജ ചെയ്യുന്നവരാണ്, അവരെ ബഹുമാനിക്കണം. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റവും എങ്ങനെയായിരിക്കണം? നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇടപെടുമ്പോൾ വളരെ മാന്യമായിട്ടും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് മാത്രമാണ് പൂജാരിമാർ ഇടപെടാറുള്ളത്. പുരുഷന്മാരോട് പിന്നെയും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ കൊഞ്ചിക്കൊഴയുന്നവനെയൊക്കെ പൂജാരി എന്നല്ല വിളിക്കണ്ടേ, വേറെ പല വാക്കുകളും വിളിക്കാം. പൂയും മായും ഒക്കെ ചേർത്ത് വേറെ പല വാക്കുകളൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വാർത്തകൾ വരുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പലരും വാർത്തകൾ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു വാർത്തയൊക്കെ വന്നിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വാർത്തകൾ കൊടുക്കണം. ഒരു മതവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം വാർത്തകൾ മറച്ചു വെക്കുകയും മറ്റേ മതവിഭാഗത്തിൻ്റെ വരുമ്പോൾ വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്നൊരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. പലരും ക്ഷേത്ര ജീവനക്കാരൻ എന്നാണ് പറയുന്നത്. ക്ഷേത്ര ജീവനക്കാരനല്ല, ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അങ്ങനെ തന്നെ പറഞ്ഞു. പല മാധ്യമങ്ങളും ക്ഷേത്ര ജീവനക്കാരൻ എന്നാണ് പറയുന്നത്. ക്ഷേത്ര ജീവനക്കാരനല്ല, അയാൾ പൂജാരിയാണ്. പൂജ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആ സ്ത്രീയെ അപ്രോച്ച് ചെയ്തത്. എന്നാലും എൻ്റെ സ്ത്രീയെ ഭർത്താവുമായിട്ട് ഏതാണ്ട് വഴക്കോ പിണക്കമോ ഏതാണ്ടുണ്ട്. ആ പിണക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇത്രയും വിധേയത്വം സ്വന്തം ഭർത്താവിനോട് കാണിച്ചായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നല്ലോ. ഓ
എന്നിട്ട് മന്ദബുദ്ധിയാ, അവൾ പേടിച്ചു പോയി, അയ്യോ പേടിച്ചു പോയി. ഇപ്പൊ ചില സ്ത്രീകളുടെ പറച്ചിലുണ്ട്, ഞാൻ പേടിച്ചു പോയി, പേടിച്ചിട്ടാ വഴങ്ങിക്കൊടുത്തത്. എന്ത് പേടിച്ചു? സ്വന്തം ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടിൽ ഭേദം ഡേഞ്ചർ ആയിട്ടുള്ള എന്ത് കാര്യം വരട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് യഥാർത്ഥ സ്ത്രീ എന്ന് പറയുന്നത്. മക്കളെ വെച്ച് ഭീഷണിപ്പെടുത്തിയ അന്നേരം നീ പോകണമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ, ആ സെക്കൻഡ് പോകണമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് അവൻ പൂജ ചെയ്യുക, ദൈവത്തെ പൂജ ചെയ്യുന്നവനാ. ദൈവത്തെ പൂജ ചെയ്യുന്നവൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ദൈവത്തെ പൂജ ചെയ്യുന്നവൻ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പിന്നെ ഈ പബ്ലിക്കായിട്ട് കൂടോത്രം, ആഭിചാരം, പിന്നെ ഇങ്ങനത്തെ പൂജകൾ, ആൾക്കാരെ നശിപ്പിക്കാനുള്ള പൂജകൾ, ഇത്തരം പൂജകളൊക്കെ ചെയ്യുന്നവരെ ആദ്യം അറസ്റ്റ് ചെയ്യണം. അതിപ്പോൾ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഇങ്ങനത്തെ പൂജകൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ പൂജകൾ ചെയ്യുന്നവരെ ആദ്യം അറസ്റ്റ് ചെയ്യണം. ഈ പൂജയ്ക്ക് ഇരിക്കുന്നവരെ, പിന്നെ പൂജയ്ക്ക് ചെല്ലുന്നവരെയും അറസ്റ്റ് ചെയ്യണം. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ആൾക്കാർക്ക് വന്നിട്ടും പിന്നെയും ഈ പൂജയുടെയും മന്ത്രവാദത്തിൻ്റെയും പുറകെ നടക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മന്ത്രവാദമാണ്, ഒരു കൈൻഡ് ഓഫ് മന്ത്രവാദമാണ് സംഭവം. നല്ല ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനത്തെ മന്ത്രവാദമൊന്നും നടക്കത്തില്ല. ഇതെനിക്കൊന്നു വിഷ്ണുമായ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു കുട്ടിച്ചാത്തൻ്റെ അമ്പലമാണ്. പണ്ട് ഈ കുട്ടിച്ചാത്തൻ്റെ കൂട്ടത്തെ അമ്പലമാണ്. അത് പിന്നെ പുതുക്കി പണിഞ്ഞ് വലിയ രീതിയിൽ സെറ്റപ്പ് ഒക്കെ ആക്കി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പോയി അതിന് പ്രൊമോഷനൊക്കെ ചെയ്തു കൊടുത്ത്, ഈ പ്രൊമോഷൻ ചെയ്യാൻ പോകുന്നവളുമാരെ വേണം ആദ്യം തല്ലാൻ. പൈസ വാങ്ങിച്ച് പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുവാണ്. ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള കുറേ പ്രൊമോഷണൽ വീഡിയോ ഉണ്ട്. ഞാൻ അതിൽ ഒരു പ്രൊമോഷണൽ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എന്തോ വലിയ പ്രൗഢിയോടെ ഉള്ളൊരു സംഭവമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പുതുക്കി പണിയലുകളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പണിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതായാലും ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഒരു ക്ഷേത്രത്തിന്റെ കുറേ പ്രൊമോഷണൽ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ മാത്രമല്ല പല സോഷ്യൽ മീഡിയയിലും ഈ ക്ഷേത്രത്തിന്റെ പ്രൊമോഷണൽ വീഡിയോ കാണാം. അപ്പം ഒരു ക്ഷേത്രത്തിന് ഇങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നല്ല ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അവിടെ കുടിയിരുത്തിയേക്കുന്ന കുറെ പൂജാരിമാര്, അത് അതിനേക്കാട്ടിൽ വലിയ കണക്കാണ്. രണ്ടിനും നല്ല കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ള ആൾക്കാരാണ്, നല്ല പ്രൗഢിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ട് നല്ല വരുമാനമുണ്ട്, ക്ഷേത്രത്തിൽ വരുമാനം ഉണ്ടുമ്പോൾ ഇവർക്കും വരുമാനമുണ്ട്, നല്ല വരുമാനമുണ്ട്, മാന്യമായിട്ട് ജീവിക്കാമല്ലോ. മാന്യമായിട്ട് ജീവിക്കാതെ കണ്ടവളുമാരെ കയറി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം കിട്ടും, അങ്ങനെ തന്നെ പറയണം. ഇതുപോലുള്ള സുന്ദര കില്ലാടികൾ മെസ്സേജ് അയക്കുമ്പോഴേക്കും മെസ്സേജ് അയക്കാൻ നിൽക്കുന്ന ചേച്ചിമാർക്കും ഇത് തന്നെ കിട്ടണം.